ലോകത്ത് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് 10-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ക്ലോസ് ചെയ്ത കണക്കനുസരിച്ച് 819,95,73,000 ആളുകളുണ്ട് എന്നാണ് പുതിയ കണക്ക്. മഹാൻ അളങ്കൂർ തങ്ങളാണ്. അള്ളാഹു ദീർഘായുസ്സ് നൽകണേ. അള്ളാഹ് ഇൻഷാ അള്ളാഹ് വളരെ സന്തോഷം. ഓരോ മിനിറ്റിലും 260 കുട്ടികൾ ലോകത്ത് ജനിച്ചു വീഴുന്നു എന്നതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ പത്രം വായിക്കുമ്പോൾ വളരെ വേദനാജനകമായ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. മലപ്പുറം ജില്ലയിൽ ജനനനിരക്ക് നന്നേ കുറഞ്ഞു വരികയാണ്. ലോകത്ത് 1964-70 കാലഘട്ടങ്ങളിലാണ് ഈ രൂപത്തിൽ ജനസംഖ്യ വർദ്ധിച്ചാൽ ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് മേഘവിസ്ഫോടനം കൊണ്ട് നമ്മുടെ ചൂരൽമലയിലും പോത്തുമലയിലൊക്കെ സംഭവിച്ച പോലെ വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും പോലെ സന്താന വിസ്ഫോടനം സംഭവിക്കാനിരിക്കുകയാണ്. പട്ടിണി കൊണ്ട് മനുഷ്യരെ തിന്നുന്ന കാലമാണ് വരാനിരിക്കുന്നത്. ഇത് ലോകമൊട്ടുക്കും പ്രചരിപ്പിച്ചു. ഇതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളും, ചൈനയും റഷ്യയും കൊറിയയും ജപ്പാനും എല്ലാ രാജ്യങ്ങളും ശക്തമായ ഉത്ബോധനങ്ങൾ തുടങ്ങി. അങ്ങനെ 1970-78 വരെ ഉത്ബോധനം വേണ്ടത്ര ഫലപ്രദമാകുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് 1978 ചൈന തീരുമാനമെടുത്തത്, നമുക്കൊന്ന്. അതും വേണ്ടത്ര ഫലപ്രദമാകാതിരുന്നപ്പോൾ 80 കർശനമായ നിയന്ത്രണം. 1-ലേറെ കുഞ്ഞു പിറന്നാൽ തൊഴിൽ നിഷേധം, പൗരത്വ നിഷേധം, ഭീമമായ സംഖ്യ ഫൈൻ. ഉടനെ ഒട്ടുമിക്ക പേരും വിവാഹിതരാകേണ്ടത് തീരുമാനിച്ചു. വിവാഹിതരാകുന്നതിൽ മഹാഭൂരിഭാഗവും കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിച്ചു. ഉണ്ടായാൽ ഒന്ന് മാത്രം. ഇന്ന് ലോകം മുഴുവനും വിഷമിക്കുന്നത്, ഞാൻ കണക്കുകളിൽ എൻ്റെ കൈവശമുണ്ട്, ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും. ചൈന 30 കൊല്ലത്തെ ശക്തനായ പ്രസിഡന്റെന്ന് ചൈനക്കാർ വിശ്വസിക്കുന്ന ഷീ ജിൻപിങ് 2023 ഡിസംബർ 26 പറഞ്ഞു, ഈ തത്വം വലിച്ചെറിയുക. വഖർന ഫീ ബുയൂത്തികുൻ, ഹിജാബിൻ്റെ ആയത്ത് പറഞ്ഞോന്നറിയില്ല. സ്ത്രീ വീട്ടിലിരിക്കട്ടെ, സ്ത്രീ വിവാഹിതയാവട്ടെ, സ്ത്രീ ഗർഭം ചുമക്കട്ടെ, സ്ത്രീ കുട്ടികളെ പ്രസവിക്കട്ടെ. എന്തേ മാറ്റം വരാൻ കാരണം? 2023 ചൈനയിൽ മരിച്ചത് 14 മില്യൺ ആളുകളാണ്. 1,40,00,000. 1,40,00,000 ആളുകൾ മരിക്കുമ്പോൾ അതിനേക്കാളേറെ ജനിക്കണം. ഇന്ന് മലപ്പുറം ജില്ലയുടെയും കണക്കതാണ്. നിങ്ങൾ ഇന്നത്തെ പത്രം വായിക്കണം. അതേ സ്ഥാനത്ത് ഇപ്പോൾ മഴജില്ല 35,000 കുട്ടികൾ പഠിക്കുമ്പോൾ 5,000 കുട്ടികൾ വർഷം പാസ് ഔട്ട് ആകുമ്പോൾ 55 സ്ഥാപനങ്ങളിൽ 6,000-7,000 കുട്ടികൾക്ക് അങ്ങ് അഡ്മിഷൻ കൊടുക്കണം. എന്നെങ്കിലേ കുറ്റം തീർന്ന് പ്രോസസ്സൊക്കെ കഴിഞ്ഞ് 5,000 കുട്ടികൾ പാസ് ഔട്ട് ആകാൻ കഴിയുള്ളൂ. അപ്പം 114 കോടി ജനങ്ങൾ മരിക്കുമ്പോൾ ജനിക്കേണ്ട ഏകദേശം 20 കോടിയാണ്. പക്ഷേ ചൈനയിൽ പ്രസവിച്ചത് 2023 9 മില്യനാണ്. അഥവാ 90 ലക്ഷം, 50 ലക്ഷം കുഞ്ഞുങ്ങളുടെ കുറവ്. ഇന്നത്തെ പത്രത്തിൽ ഇത് മലപ്പുറം ജില്ലയിലും എത്തി എന്ന വസ്തുത ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. മലപ്പുറം ജില്ലയിൽ മരണം വർദ്ധിക്കുന്നു. മരിക്കുന്നതിനനുസരിച്ച് കുട്ടികൾ ജനിക്കുന്നില്ല.
ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ ആഴ്ച ഒരു തീരുമാനമെടുത്തു. മൂന്നാമത്തെ കുട്ടി പ്രസവിച്ചാൽ 30,000 രൂപ സർക്കാർ, നാലാമത്തെ കുട്ടി പ്രസവിച്ചാൽ 40,000 രൂപ. ജപ്പാനിലൊക്കെ ആണെങ്കിൽ കൊടുക്കുന്ന ലക്ഷങ്ങളാ. ഇവിടെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസവ്വജുൽ വലൂദൽ വദൂദ് ഫഇന്നി ഉകാതിർ ബികും യൗമൽ ഖിയാമ. കല്യാണം കഴിക്കുമ്പോൾ 2 കാര്യമാണ് മാനദണ്ഡമാകേണ്ടത്. ഒന്ന് സ്നേഹം, അത് വളരെ പ്രധാനമായി കാണണം. മറ്റൊന്ന് നന്നായി പ്രസവിക്കുന്നവരെ കല്യാണം കഴിക്കണം. ഇപ്പൊ ചന്ദ്രബാബു നായിഡൊക്കെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. ആർക്കാണ് ഈ എയർപോർട്ട് വികസിപ്പിക്കുന്നത്? എന്തിനാണ് ഈ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത്? എന്തിനാണ് ഈ പാലങ്ങളും റോഡുകളും പടുത്തുയർത്തുന്നത്? ഇന്ത്യ യുവജനങ്ങളുടെ നാടെന്നത് മാറി വൃദ്ധജനങ്ങളുടെ നാടായി ഇന്ത്യയും മാറാൻ തുടങ്ങും. റഷ്യൻ പ്രസിഡന്റ് പറഞ്ഞിട്ട് ആകെ തെറ്റിപ്പോവും, അത്ഭുതപ്പെട്ടു. കുട്ടിയും പറയാണ്, സഹോദരിമാരെ ചുരുങ്ങി 7 പ്രസവിക്കുവിന്ന. പ്രസവിക്കാന്നുള്ള എന്താ? ഈ കസാല എടുത്തേക്കല, അപ്പം ചുടല. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് മഹാനായ റയീസുൽ ഉലമ 10-35 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിനീതൻ കൊണ്ടോട്ടി മസ്തുൽ ഫത്തിൽ ഇരിക്കുമ്പോൾ റയീസുൽമ മസ്തുൽ ഫത്തിൽ വന്നു. അന്ന് റയീസുൽമ വിനീതനോട് പറഞ്ഞു, എനിക്ക് 8 കുട്ടികൾ നിസ്കരിക്കുന്ന കുട്ടികളുണ്ട്, എനിക്ക് അതിൻ്റെ ഒക്കെ കൂലി എനിക്ക് ഉണ്ടാകൂലേ? മഹാനായ റയീസുൽ ഉലമ ഇവിടെ ചെയ്ത സേവനങ്ങൾ ലോകോത്തര പ്രതിഭകളായ എത്രമാത്രം മുഖ്റവിയ ഉലമാക്കളെയാണ് വളർത്തിയെടുത്തത്. അഹ്സനികളാകുന്ന പണ്ഡിതന്മാർ ഒതുക്കങ്ങൾ ഇഹ്യാ സുന്ന അറബി കോളേജിൽ ബിരുദം കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുമ്പും ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ. ഞാൻ ഓർക്കുന്നത്, പ്രസംഗിക്കാൻ ഇഖ്ലാസ് പ്രസംഗിക്കാൻ ധാരാളം ആളുകൾക്ക് കഴിയും. പക്ഷേ ചിലതും പ്രാക്ടിക്കലൈസ് ചെയ്യാൻ കഴിയില്ല. അതിൽപ്പെട്ട ഒന്നാണ് ഇഖ്ലാസ്. ഒറ്റ ഉദാഹരണം പറഞ്ഞ് എൻ്റെ സംസാരം ഉപസംഹരിക്കട്ടെ. എന്നോട് മഹാനായ ബഹ്റുൽ ഉലൂം ഷൈഖുൽ മശാരിഖ് വൽ മഗാരിബ് അഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നേരിട്ട് പറഞ്ഞതാണ്. റയീസുൽ ഉലമ പറഞ്ഞല്ല, റയീസുൽ ഉലമ ശിഷ്യന്മാർ പറഞ്ഞതല്ല. മറിച്ച് ഒതുക്കങ്ങൾ ഇഹ്യാ സുന്ന അറബി കോളേജ് തുടങ്ങി ഇഖ്ലാസിൽ തുടങ്ങിയ സ്ഥാപനമാണത്. മഹാനായ ബഹ്റുൽ ഉലൂമിൻ്റെ ചാലിയത്ത് അധ്വാനത്തിന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് സ്ഥലം വാങ്ങുന്നു. അങ്ങനെ സ്ഥാപനം തുടങ്ങി നല്ലൊരു ഉസ്താദിനെ വേണം. അന്നത്തെ അതിൻ്റെ പ്രസിഡന്റ് ഞാൻ 2 ശമ്പളം കുറഞ്ഞ ഉസ്താദുമാരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ മഹാനായ റയീസുൽ ഉലമ കോളേജ് പഠനം കഴിഞ്ഞ്, നമ്മളെ കൂട്ടത്തിലും ധാരാളം ബിരുദധാരികളാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാകുമല്ലോ. 1000 സ്വപ്നങ്ങളാണല്ലോ. നല്ലൊരു കല്യാണം കഴിക്കണം, അതിന് നല്ല ജോലി കിട്ടണം, നല്ല ശമ്പളം കിട്ടണം. ഈ ലക്ഷ്യത്തോടെ ബഹ്റുൽ ഉലൂം ശൈഖ് വരുമ്പോൾ സുലൈമാൻ മൗലിയരെ ശമ്പളമില്ല. അൽഹംദുലില്ലാ മഹാനായ ബനി കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി 5 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന്, എല്ലാ സ്ഥാപനത്തിനും അള്ളാഹു തആല ദീർഘായുസ്സ് നൽകി. അവരുടെയും അവരുടെ ഭാര്യ പ്രിയപ്പെട്ട റംല ഹജ്ജുമ്മ, അവരുടെ 4 മക്കൾ, കുടുംബത്തിന് എല്ലാം നൽകി. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം അമേരിക്കയിലേക്ക് പോകുന്നു. അവരും മകനും ഭാര്യയും എല്ലാം യാത്ര നീ സന്തോഷപ്രദമാക്കടേ അല്ലാഹ്. അങ്ങനെ മഹാനായ ബഹ്റുൽ ഉലൂമിനോട് ശമ്പളമില്ല, ജോലി ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ ചോദ്യം നമ്മോടാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പക്ഷേ റയീസുൽ ഉലമ പറഞ്ഞ മറുപടി, ഇതുവരെ എനിക്ക് ശമ്പളം ഉണ്ടായിട്ടില്ല, ഞാൻ പഠിക്കുകയായിരുന്നു, ഇനിയും ഞാൻ പഠിക്കുകയാണെന്ന് ഞാൻ തീരുമാനിക്കും. 1 രൂപ പോലും, 1 ഫിൽസ് പോലും ശമ്പളം വാങ്ങാതെയാണ് മഹാനായ റയീസുൽ ഉലമ ഇന്ന്
അവിടെ തുടങ്ങിയതെങ്കിൽ ഇപ്പോഴും ഈ അരനൂറ്റാണ്ടിലേറെ 60 കൊല്ലത്തിലേറെ കാലം സേവനം ചെയ്തു. ഇന്ന് വരെ ശമ്പളം ചോദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ അത് മറ്റാർക്കെങ്കിലും ഹദിയ ചെയ്തെങ്കിൽ കൊടുത്തെങ്കിലല്ല അത് ഉസ്താദിന് ഉറക്കു വരൂല എന്നുള്ളതാണ്. അഥവാ ഹുബ്ബു ദുനിയ തൊട്ട് തീണ്ടാത്ത ഹുബ്ബ് ഭൗതിക അപേക്ഷയില്ലാതെ, അതാണ് ഞാൻ നേരത്തെ തുടങ്ങി വെച്ച ഒളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രം ഓർമ്മിപ്പിക്കുന്ന മഹൽ വ്യക്തിത്വം. എനിക്ക് കൂടുതൽ പ്രസംഗിക്കാനുണ്ട്, പക്ഷേ സമയക്കുറവ് എന്നെ തീരെ അനുവദിക്കുന്നില്ല. ഇന്ന് ഇത് കഴിഞ്ഞ് ഒരു പ്രോഗ്രാം കൂടി കഴിഞ്ഞ് ദ്വീപിലേക്ക് പോകണം. മറ്റന്നാളെ ദ്വീപിൽ നിന്ന് വന്ന് മലേഷ്യയിലേക്ക് പോകണം. അവിടെ നേരെ ഡൽഹിയിലേക്ക്. അപ്പം നിരന്തര പ്രോഗ്രാമായപ്പോൾ ഇതിൽ റയീസുലമയുടെ ചടങ്ങായതുകൊണ്ട് എന്താണെങ്കിലും സംബന്ധിക്കണമെന്നൊരു നിർബന്ധം കൊണ്ട് മാത്രം വന്നതാണ്. പണ്ഡിതന്മാർക്കൊക്കെ ഇന്ന് ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചേരാൻ ഏറ്റവും നല്ല മാർഗമാണ് മഖ്തൂത്താത്ത്, അതിൻ്റെ തഹ്ഖീഖാത്ത് ചെയ്യുക എന്നത്. കേരള ജനത എന്തോ അതിൽ ശ്രദ്ധ വളരെ കുറഞ്ഞുപോയി. ഈജിപ്തിലും ദാറുൽ മുസ്തഫയിലും ഇറാഖിലൊക്കെ വന്ന ചെറിയ മുതഅല്ലിമീങ്ങൾ വരെ 3, 4, 5 തസ്നീഫാത്ത് നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം അതിനെക്കുറിച്ച് ഈജിപ്തിൽ നിന്ന് തഹ്ഖീഖാത്തിൽ PG എടുത്ത, അതിൽ ഉന്നത മാർക്ക് നേടിയ യാ സദനി നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ വെച്ച് ശില്പശാല പണ്ഡിതന്മാർ, യുവ പണ്ഡിതന്മാർ എങ്ങനെയാണ് മഖ്തൂത്താത്തിനെ കാണേണ്ടത്, ആ മഖ്തൂത്താത്തൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വരും. നമ്മളിന്ന് ഫത്തുഹുൽ മുഈൻ ഓതുകയെന്നാ പറയുക, എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയല്ല, ഖുറത്തുൽ ഐനാണ്. ആ കിതാബുകളൊക്കെ ഇപ്പം ഫത്തുഹുൽ മുഈൻ്റെ 31 നുസ്ഖകൾ മഖ്തൂത്താത്ത് ശേഖരിക്കാൻ. അപ്പം ഞാനിതൊക്കെ പറയുമ്പോൾ ഖുറത്തുൽ ഐൻ ബി മുഹിമ്മാത്തിദ്ദീൻ വശറഹുഹു ഫത്തുഹുൽ മുഈൻ എന്നിട്ട് അൽഫിയ പോലെ കാലാ മുഹമ്മദ് ഹബ്നു, ആ ഖുറത്തുൽ ഐൻ ഇങ്ങനെ വലുതായി എഴുതി, എന്നിട്ട് അതിൻ്റെ ബാക്കിലിങ്ങനെ ഇങ്ങനെ എഴുതുന്നിടത്ത് ഇങ്ങനെ ശരഹ എഴുതും പോലെ ഫത്തുഹുൽ മുഈൻ. അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ കിട്ടുമ്പോഴാണ് നമ്മുടെ കാലത്ത്, ആ പഴയകാലത്ത് ഓത്ത് എന്തായിരുന്നു എന്നുള്ളതൊക്കെ. അപ്പം മഖ്തൂത്താത്തിൻ്റെ വിഷയത്തിൽ ആര് തഹ്ഖീഖ് നടത്തിയാലും ലോകം അത് ഏറ്റെടുക്കാൻ ഇന്ന് തയ്യാറാണ്. ലോകത്ത് വലിയ വലിയ പ്രസിദ്ധീകരണാലയങ്ങൾ, ദാറുൽ ഇയാവും ദാറുൽ മിൻഹാജ് പോലുമൊക്കെ മഖ്തൂത്താത്തിൽ. അപ്പം അതിൻ്റെ ശില്പശാല ജീവിതത്തിൽ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. അതിലെന്തായാലും നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ഇതെല്ലാം കാരണം വെച്ച് ഞാൻ എൻ്റെ സംസാരം ഇന്ന് നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ സംസാരം അവസാനിപ്പിച്ച് ഇൻഷാ അല്ലാഹ് അതിലേറെ റയീസുലമുള്ള വേദിയിൽ കൂടുതൽ പ്രസംഗിക്കുക എന്നുള്ളത് വലിയ അദബുകേടുമാണ്. അല്ലാഹു തആല റയീസുലുമായിട്ട് ദീർഘായുസ്സ് നൽകി. പ്രത്യേകിച്ച് അവരുടെ ചെറിയ മകൻ അബ്ദുറഹ്മാൻ അഹ്സനി മരണപ്പെട്ട മാസമാണ്, സഫർ മാസം വരാനിരിക്കുന്നത്. ആ മകനും അത് ശീലിപ്പിച്ചത് റയീസുൽ ഉലമ. ഒരു നേരത്തെ ശമ്പളം വാങ്ങാതെയാണ് ഒതുക്കൽ ഇഹ്യാ സുന്നയിൽ എന്നല്ല, ആ മകൻ മരിച്ച് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ഞാൻ ചെന്നപ്പം പറഞ്ഞ വാക്ക്, എനിക്ക് അവനെ കൊണ്ട് ഒരൊറ്റ വക്ത് ജമാഅത്തും നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം. ശനിയാഴ്ച രാവിലെ തഹജ്ജുദിന് ചെന്നപ്പോൾ റയീസുൽ ഉലമ ഒതുക്കൽ ഇഹ്യാ സുന്ന അറബിക് കോളേജിൽ എത്തിയിട്ടുണ്ട്. സമയത്തിൻ്റെ വില എന്ത് കുറേ പറയാനുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.